കർക്കടകം ചതിക്കില്ല. ഈ നാളുകാർ 1-ാം തീയതി രാവിലെ വീട്ടിൽ കയറ്റി ഇവരിൽ നിന്നും ഒരു കൈനീട്ടവും വാങ്ങൂ. പണം നിങ്ങൾ തേടി പോകണ്ട, നിങ്ങളെ തേടി വരും. നമസ്കാരം. നാളെ കർക്കിടകം 1. കേരളത്തിലെ പല വീടുകളിലും ഈ ദിവസം ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമായി കരുതപ്പെടുന്നു. പഴമക്കാർ പറയുന്ന ഒരു വിശ്വാസമുണ്ട്. കർക്കിടകം 1-ാം തീയതി ചില നക്ഷത്രജാതകർ വീട്ടിൽ ആദ്യം പ്രവേശിക്കുന്നത് ശുഭസൂചനയായി കാണാറുണ്ടെന്നും സ്നേഹപൂർവം ഒരു ചെറിയ കൈനീട്ടം നൽകുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ചില കുടുംബങ്ങൾ ആചരിക്കാറുമുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ പിന്നിലെ പരമ്പരാഗത ആശയം എന്താണ്? ഏതൊക്കെയാണ് ആ നക്ഷത്രജാതകർ? ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. കർക്കിടക മാസം കേരളീയ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുള്ള മാസമാണ്. രാമായണ പാരായണം, ക്ഷേത്രദർശനം, പ്രാർത്ഥന, ദാനം, കുടുംബ ഐക്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കാലമായാണ് കർക്കിടക മാസം അറിയപ്പെടുന്നത്. ഈ മാസത്തിൻ്റെ ആദ്യ ദിനത്തെ പല കുടുംബങ്ങളും ശുഭസങ്കല്പത്തോടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ശുഭസങ്കല്പത്തോടു കൂടി ആരംഭിച്ചാൽ ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഒക്കെ നമ്മെ തേടി വരും. പഴയ തലമുറയിൽ നിന്നും കൈമാറി വരുന്ന ചില ആചാരങ്ങളിൽ ചില നക്ഷത്രക്കാരുടെ സാന്നിധ്യം ഐശ്വര്യത്തിൻ്റെയും മംഗളത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇത് ഉറപ്പായ ഫലം നൽകുന്ന ഒരു നിയമമല്ല, മറിച്ച് ഭക്തിയോടെയും നല്ല പ്രതീക്ഷയോടെയും പാലിക്കുന്ന ഒരു പരമ്പരാഗത വിശ്വാസമാണ്. അപ്പോൾ നാളെ കർക്കിടകം 1. ഞാനീ പറയുന്ന നക്ഷത്രജാതകരിൽ നിന്നും നിങ്ങൾ 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങിയാൽ തീർച്ചയായും ഈ ഒരു വർഷക്കാലം ചിങ്ങം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. 1 വർഷക്കാലമാണ് അങ്ങനെ ഒരു ഭാഗ്യം വരാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നക്ഷത്രജാതകർ ഇവരാണ്: അശ്വതി, കാർത്തിക, മകയിരം, തിരുവാതിര, പുണർദം, അത്തം, ഉത്രം, ചോതി, തിരുവോണം, പൂരാടം, പൂരുരുട്ടാതി, രേവതി. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹം വാങ്ങി ദിവസം ആരംഭിക്കുന്നത് ചില കുടുംബങ്ങൾ ഇന്നും തുടങ്ങുന്ന ഒരു ആചാരമാണ്. ചിലർ ചോദിക്കും, 10 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 1 രൂപ കൈനീട്ടം വാങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ തുകയുടെ വലിപ്പമല്ല ഇവിടെ പ്രാധാന്യമാകുന്നത്. കൈനീട്ടം എന്നത് സ്നേഹവും അനുഗ്രഹവും പങ്കിടുന്നതിൻ്റെ പ്രതീകമാണ്. പരസ്പരം നല്ലത് ആശംസിച്ച് പുതിയ മാസത്തെ വരവേൽക്കുക എന്നതാണ് ഇതിൻ്റെ ആത്മാവ്. കർക്കിടകം 1 ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരിൽ നിന്നും തീർച്ചയായും നിങ്ങൾ 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങണം, അല്ലെങ്കിൽ 10 രൂപ കൈനീട്ടം വാങ്ങണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരിൽ നിന്നും മടി കൂടാതെ 1 രൂപ കൈനീട്ടം വാങ്ങുക. ഭാഗ്യം നിങ്ങളെ തേടി വരും. രണ്ടാമത്തെ കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവ്വൈശ്വര്യമാണ്. ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ. എന്നാൽ ഇവർക്കിനി ഭാഗ്യമാണ്, നേട്ടമാണ്. അപ്പോൾ അവരെ 1-ാം തീയതി കയറ്റുക, അവരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. അടുത്തത് മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരാൻ കാരണമാകും. അപ്പോൾ മകയിരം നക്ഷത്ര ജാതകരെ ചേർത്ത് പിടിച്ചോളൂ, ഭാഗ്യം നിങ്ങളെ തേടി വരും. അവരിൽ നിന്നും 1 രൂപ കൈനീട്ടം വാങ്ങുക, അല്ലെങ്കിൽ 10 രൂപ വാങ്ങുക, അല്ലെങ്കിൽ അവരെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒരു 1-ാം തീയതി കയറ്റുക. അതുപോലെ തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ശംഭോ മഹാദേവ എന്നൊന്ന് കുറിച്ചേക്കണേ. തിരുവാതിര നക്ഷത്ര ജാതകർ ഭാഗ്യമാണ്, അത്രയ്ക്ക് ഭാഗ്യമുള്ളവരാണ്. അതുപോലെ പുണർദം നക്ഷത്ര ജാതകർ. പുണർദം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് ഭാഗ്യം ഒരുപാട് വന്നു ചേരാൻ കാരണമാകും. പുണർദം ഭാഗ്യമാണ്, പുണർദം ഐശ്വര്യമാണ്, പുണർദത്തിന് ഇനി നല്ല സമയമാണ്, രക്ഷപ്പെടും തീർച്ച.
അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകരിൽ നിന്നും 1 രൂപയൊക്കെ കൈനീട്ടം വാങ്ങുക, അല്ലെങ്കിൽ 10 രൂപ വാങ്ങുക. അവരെ കഴിയുമെങ്കിൽ 1-ാം തീയതി കയറ്റുക. അവരുടെ വീട്ടിലുമൊക്കെ 1-ാം തീയതി കയറാൻ പോവുക. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്തര നക്ഷത്ര ജാതകരെയും കൈനീട്ടമൊക്കെ വാങ്ങാൻ, ഉത്തര നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങാൻ ഏറ്റവും നല്ലതാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്രമാണ്. ഈ കർക്കിടകം മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കും. തീർച്ചയായും രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. അപ്പോൾ ചോതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ചോദിക്കും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. പ്രതിസന്ധിയൊക്കെ മാറുന്നു. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ചോദ്യ നക്ഷത്ര ജാതകർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്ര ജാതകർക്ക് കർക്കിടകം 1 മുതൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ തിരുവോണത്തിന് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്നു. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, സമൃദ്ധിയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. പൂരാടം രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇനിയായിരിക്കും ഇവർക്ക് നടന്നു കിട്ടുക. നാളെ പ്രത്യേക പൂജയുണ്ട്. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജ നടത്തും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പേരും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. അവരെയും ചേർത്ത് പിടിച്ചോളൂ. അവരിൽ നിന്നും 10 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക. ഒരുപാട് നേട്ടം, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർ അശ്വതിയാണെങ്കിലും കാർത്തികയാണെങ്കിലും മകീരമാണെങ്കിലും തിരുവാതിരയാണെങ്കിലും പുണർതമാണെങ്കിലും അത്തമാണെങ്കിലും ഉത്രമാണെങ്കിലും ചോതിയാണെങ്കിലും തിരുവോണമാണെങ്കിലും പൂരാടമാണെങ്കിലും ഉത്രട്ടാതിയാണെങ്കിലും രേവതിയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക. അവരുടെ അനുഗ്രഹം വാങ്ങി ദിവസം ആരംഭിക്കുന്നത് ചില കുടുംബങ്ങൾ ഇന്നും തുടരുന്ന ഒരാചാരമാണ്. ഇവർ ഭാഗ്യമാണ്. 10 രൂപ കൈനീട്ടം വാങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ തുകയുടെ വലിപ്പമൊന്നുമല്ല ഇവിടെ പ്രാധാന്യം. അവർ തരുന്ന കൈനീട്ടം അത് വലിയ ഗുണം ചെയ്യും. അതുപോലെ തന്നെ കർക്കിടകം 1 ചെയ്യാവുന്ന ചില ആത്മീയ കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, വീടും പരിസരവും വൃത്തിയാക്കുക, വിളക്ക് തെളിയിക്കുക, കുടുംബവുമായി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക, അന്നദാനമോ ചെറിയ ദാനധർമ്മമോ ചെയ്യുക, മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക. ഇവയെല്ലാം മനസ്സിന് സമാധാനവും പുതിയ മാസത്തോടുള്ള നല്ല മനോഭാവവും നമുക്ക് നൽകും. തീർച്ചയായിട്ടും ജപിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട്. അത് ഓം നമഃ ശിവായ എന്നാണ്. അതുപോലെ തന്നെ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രവും ഭക്തിയോടെ കുറച്ചു സമയം ജപിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരും. ജ്യോതിഷവും ആചാരങ്ങളും പലർക്കും ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുന്ന മാർഗങ്ങളാണ്. അതോടൊപ്പം സത്യസന്ധമായ പരിശ്രമം, നല്ല തീരുമാനങ്ങൾ, കുടുംബൈക്യം, പ്രാർത്ഥന, കരുണ, ദാനം ഇവയൊക്കെയാണ് ജീവിതത്തിലെ വളർച്ചയ്ക്ക് വലിയ അടിത്തറയാകുന്നത്. തീർച്ചയായും വലിയ രീതിയിൽ ഉയർച്ചയിൽ നിങ്ങൾക്കെത്താൻ സാധിക്കും. കർക്കിടകം 1 നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ തുടക്കമാകട്ടെ. ഈ വീഡിയോയിൽ പറഞ്ഞ 12 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രവും ഉണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ പേരെഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള വേദജ്യോതിഷവും ആത്മീയവുമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കരിങ്കാലിമാലയൊക്കെ അണിയുക. കരിങ്കാലിമാലയൊക്കെ വേണ്ടുന്നവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും അയച്ചു തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.